ഇന്നലെ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയൊരു അടി നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനുശേഷം വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇടപെട്ട്, എല്ലാവരും എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇടപെടാണ്ടുള്ളൂ. ബാക്കി എല്ലാവരും സംസാരിച്ച് ശരണ്യ ചേച്ചിയൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ ഒരു മാറ്റം ശ്രദ്ധിച്ചോ? നമ്മുടെ ഇത് ശരണ്യ ചേച്ചിയും അതേപോലെ തന്നെ ജാൻമണി ചേച്ചിയും എവിക്റ്റ് ആയതിനു ശേഷം, അതായത് ഞായറാഴ്ച അവരായിരുന്നു പോകേണ്ടിയിരുന്നത്, പക്ഷെ വിഷു ആയതുകൊണ്ട് അവരെ വീടിന് ഉള്ളിൽ തിരിച്ചു കയറ്റി. അപ്പം അതിനുശേഷം ശരണ്യ ചേച്ചി മൊത്തം എല്ലാ പ്രശ്നങ്ങൾക്കും സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുവരെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇപ്പം എവിക്റ്റ് ആകും, താനിനി അടുത്ത് പോകേണ്ടി വരുമെന്ന് കരുതിയിട്ട് ഇപ്പം മൊത്തം എല്ലാ പ്രശ്നത്തിനും കയറിയിട്ട് ഓരോ അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് ശരണ്യ ചേച്ചിയെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തിനായാലും ഇന്നലെ നടന്ന ഫൈറ്റ് മോനെ, ജാസ്മിൻ ചേച്ചി എടുക്കുക. ആദ്യം ജിൻഡോ ചേട്ടൻ പോയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ടോയ്ലറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ജാസ്മിൻ ചേച്ചി പറഞ്ഞു, ഇല്ല മറ്റേ ഒരു പ്രശ്നത്തിൻ്റെ ഇത് വരട്ടെ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സിബിൻ ചേട്ടൻ പറഞ്ഞു, സിബിൻ ചേട്ടനും നമ്മുടെ ജിൻഡോ ചേട്ടനും കൂടിയിട്ട് ജാസ്മിൻ ചേച്ചീൻ്റെ അടുക്ക പറഞ്ഞു, അതായത് വെറുതെ പണിയൊന്നും എടുക്കാതെ വെറുതെ തിന്നു കുടിച്ച് ജീവിച്ചോ, വെറുതെ അവിടെ ഇരുന്ന് നമ്മുടെ ഔദാര്യത്തിൽ തിന്നോന്ന് ആര് പറഞ്ഞു? സിബിൻ ചേട്ടനും ജിൻഡോ ചേട്ടനും കൂടിയിട്ട് പറഞ്ഞു. ഇത് ആർക്ക് കൊണ്ടു? ജാസ്മിൻ ചേച്ചിക്ക് കൊണ്ടു. സ്വാഭാവികം ജാസ്മിൻ ചേച്ചിക്ക് അതങ്ങ് പൊള്ളി. ജാസ്മിൻ ചേച്ചി അങ്ങോട്ട് പറഞ്ഞു. ജാസ്മിൻ ചേച്ചി അധികം സംസാരിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ ഗബ്രി ചേട്ടൻ ഏറ്റെടുത്തിരുന്നു. ഗബ്രി ചേട്ടനാണ് പിന്നീട് കുറേ കാര്യങ്ങൾ സംസാരിച്ചത്. അങ്ങനെ ഗബ്രി ചേട്ടനും സിബിൻ ചേട്ടനും തമ്മിൽ പ്രശ്നമായി. സിബിൻ ചേട്ടനും കുറേ അങ്ങോട്ട് പറഞ്ഞു. ഇവർ രണ്ടുപേരും അടുത്തടുത്ത് മുട്ടിയെന്നു. അവിടത്തേക്ക് പിന്നെ കടന്നു വരുന്നു നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ചേട്ടൻ. അപ്പം പിന്നെ അഭിഷേക് ചേട്ടനും നമ്മുടെ ഗബ്രി ചേട്ടനും തമ്മിലായി അടി. ഇവർ രണ്ടുപേരും അടിക്കാൻ പോകുന്ന പോലെയൊക്കെ ആയിട്ട് തൊട്ടടുത്തൊക്കെ പോയിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അവിടെ നന്ദന ചേച്ചി വന്ന് പിടിച്ചൊക്കെ മാറ്റി. അതങ്ങനെ ഒരു ഭാഗത്ത്. പിന്നെ ഇതാ കാണുന്നു നമ്മുടെ ശരണ്യ ചേച്ചിയും ജാസ്മിൻ ചേച്ചിയും അപ്സര ചേച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ശരണ്യ ചേച്ചി പറയുകയാണ്, ഇതിങ്ങനെ എല്ലാ ട്രാക്കുകളും എടുത്തെടുത്ത് എല്ലാ സമയവും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല എന്ന് ആര് പറയാണ്? ശരണ്യ ചേച്ചി പറയാണ്. പിന്നെ ശരണ്യ ചേച്ചിയുടെ വക കുറേ കാര്യങ്ങൾ സംസാരം. അപ്പോൾ ഇതൊക്കെ അപ്സര ചേച്ചിനോടാണ് ശരണ്യ ചേച്ചി പറയുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ആരുണ്ട്? ജാസ്മിൻ ചേച്ചിയുണ്ട്. പിന്നെ ഗബ്രി ചേട്ടനും ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ് അല്ലേ? അപ്പോൾ ഇവരൊക്കെ തമ്മിൽ പിന്നെ ജിൻഡോ ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടതാ ജാൻമണി ചേച്ചിയും ഗബ്രി ചേട്ടനും തമ്മിൽ പിന്നിവടി. ഇതൊക്കെ ഒരു സമയത്താണ് നടക്കുന്നത്, നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ ഒരു സമയത്താണ് നടക്കുന്നത്, നിങ്ങൾ ഓർക്കണം. അങ്ങനെ ജാൻമണി ചേച്ചിയും ഗബ്രി ചേട്ടനും, ജാൻമണി ചേച്ചി എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ നാവാണ് പ്രശ്നം, നിൻ്റെ നാവാണ് പ്രശ്നം എന്നൊക്കെ ജാൻമണി ചേച്ചിയും പറയുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഇന്നലത്തെ എപ്പിസോഡിലെ ഈ ഒരു സംഭവം ഫൈറ്റ് കലക്കനായിരുന്നു. കലക്കൻ എന്ന് വെച്ചാൽ കലക്കൻ ഫൈറ്റ്. ഇപ്പോൾ ഒരു അടി കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു അവസരമായിരിക്കും ഇന്നലെ മിസ്സായത്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടവർക്ക് നല്ല ബോണസ് ആയിരിക്കും. നല്ല രസമാണ്. വേണമെങ്കിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല രസമാണ്. അപ്പം ഈ ഫൈറ്റ് നടന്നതിൻ്റെ കാരണം എന്താണ്? അതിനിടയിൽ നമ്മുടെ ഗബ്രി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 12 ടീം അംഗങ്ങളുടെയും രാജാവാണ് സിബിൻ, ആ രാജാവിൻ്റെ ഇതിലിങ്ങനെ നിന്നോന്ന് പറഞ്ഞു. അപ്പോൾ അത് ആർക്ക് കൊണ്ടു? ഋഷി ചേട്ടനും കൊണ്ടു. അത് ആർക്കും കൊണ്ടു? അഭിഷേക് ശ്രീകുമാർ ചേട്ടനും കൊണ്ടു. അങ്ങനെയാണ് അഭിഷേക് ശ്രീകുമാർ ചേട്ടനും ഗബ്രി ചേട്ടനും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുന്നത്. ഋഷി ചേട്ടനും പറയുന്നുണ്ട്. അപ്പം എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആയിട്ടൊക്കെയാണ് നടക്കുന്നത് ഇപ്പം ബിഗ് ബോസിൽ. എന്തുതന്നെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന്. സിബിൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം സിബിൻ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയെ മൊത്തമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയായിട്ട് അടി ചെയ്യുന്നുണ്ട്. എന്തുതന്നെയായാലും ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും എന്നും നല്ലൊരു സൗഹൃദമായിട്ട് തന്നെ അവർ നല്ല സ്ട്രോങ് ബോണ്ടായിട്ട് അവർ എല്ലാവരെയും എതിർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിയാം ആര് വിജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുതന്നെയായാലും ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നെയാണ്. ആരും മോശക്കാരല്ല, ആരും നല്ലവരുമല്ല. നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം അവരെ നമുക്കറിയില്ല. നമ്മൾ ബിഗ് ബോസിൽ മാത്രമാണ് അവരെ കണ്ടത്. ഞാൻ ബിഗ് ബോസിന് മാത്രമാണ് അവരിപ്പം കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് സ്വഭാവ പരിചയമൊന്നും ആരുടെയും ഇല്ല.
അപ്പം ബിഗ് ബോസിൽ അവരെങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് അതിനെ വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ അവരെ പേഴ്സണലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ഇവിടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി.